സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോള സഭയിലെ 24ാമത്തെ ഞായറാഴ്ചയാണ് ഓർഡിനറി ടൈം. നമ്മളിങ്ങനെ ആഴ്ചകൾ എണ്ണി പോവുകയാണ്. എവിടം വരെയാണ് ഈ പോക്ക്? നമുക്കറിയാമോ എത്ര ആഴ്ചകൾ ഇങ്ങനെ എണ്ണുമെന്ന്? എന്തിലേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഡിസംബർ 1-ാം തീയതി 1ാമത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞ് ആരംഭിച്ചാണിത്. കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി 1ാമത്തെ ഞായറാഴ്ച. ഇനി നമ്മളത് 33 ഞായറാഴ്ച പോകും. നവംബർ മാസം ഒടുവിലത്തെ നമ്മൾ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ആഴ്ചയിലെ ഞായറാഴ്ച. എന്താ നമ്മളൊന്ന് ആഘോഷിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാമോ? നമ്മൾ ക്രിസ്തുവിനെ ലോകത്തിന് മുഴുവനും രാജാവായി ഏറ്റുപറയുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ. അപ്പം ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെതാണെന്നല്ലേ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ സകല നിവാസികളും കർത്താവിൻ്റെതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടവഴുകി മുമ്പോട്ട് പോവുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെ ജീവിതം എന്താണ്? നാം ക്രിസ്ത്യാനി ആയത് എന്തിനു വേണ്ടിയാണ്? എന്തിലേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു, അന്ധനെ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്ന്. നമ്മൾ ഈ ലോകത്തിലൂടെ പോകുമ്പോൾ ആരാണ് നമ്മളെ വഴി കാണിക്കുന്നത്? ശരിക്കും കാഴ്ച ലഭിച്ചവനാണോ നമ്മൾ അറിയണം. നമുക്കറിയാം ഈ ഭൂമിയിൽ വഴിയും സത്യവും ജീവനുമാണെന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനായ യേശു തന്നെയാണ് പറഞ്ഞത്, ഞാനാണ് നിങ്ങളുടെ വഴിയും സത്യവും ജീവനുമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയാണ് തിരുസഭ ഈ ഭൂമിയിൽ. അതേസമയം തന്നെ ഞാൻ പറഞ്ഞ നവംബറിലെ 24 താങ്ക്സ് ഗിവിങ് വീക്കിലെ ആ ഞായറാഴ്ച 33 ഞായറാഴ്ച കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച നമ്മൾ കർത്താവിൻ്റെ ദി ഫീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ദ കിങ് ഓഫ് യൂണിവേഴ്സ്. നമ്മളറിയേണ്ട ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. ക്രിസ്തുരാജൻ ജയിക്കട്ടെ, രാജരാജൻ വാഴട്ടെ. ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കാറുണ്ട്. തിരുനാൾ വരുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഓർമ്മ അന്നൊരു ക്രിസ്തുരാജൻ ഒരു കിരീടമൊക്കെ ധരിച്ചുള്ളൊരു പടമൊക്കെ എൻ്റെ ഒരു ഫ്ലാഗൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടൊക്കെ കുഞ്ഞുനാളിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ സ്കൂളിന് ടൗണിൽ കൂടെ ഒക്കെ പ്രതീക്ഷണമായിട്ട് ക്രിസ്തുരാജൻ ജയിക്കട്ടെ, രാജരാജൻ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടത്. അപ്പം നമ്മൾ ഈ അറിയണം, നമ്മൾ ഈ 26ാമത്തെ ഞായറാഴ്ച നിൽക്കുമ്പോൾ ഇനിയും ഉണ്ടല്ലോ 33 ഞായറാഴ്ച വരെ. നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം. എൻ്റെ യാത്ര ഓരോ ആഴ്ചയിലും സഭ നമ്മളോട് പറയാണ്, ഓരോ ആഴ്ചയും കടന്നു. അപ്പോൾ നമ്മൾ 2ാമത്തെ വരവെങ്കിൽ കർത്താവിനെ വാനമേഘങ്ങളിൽ സ്വീകരിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. മരിച്ചവരെല്ലാം അക്ഷയരായി ഉയർത്തെഴുന്നേക്കും അവൻ്റെ പ്രത്യക്ഷതയിൽ. എന്നല്ല പറഞ്ഞത്, കാഹളധ്വനി മുഴങ്ങുമ്പോൾ മരിച്ചവരെല്ലാം അക്ഷയരായി ഉയർത്തുന്ന വലിയൊരു റിയൂണിയനാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാ ആദ്യം മുതൽ ഭൂമി മുതൽ സൃഷ്ടിച്ച നാൾ മുതൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന സകലരും ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ്. യോഹന്നാൻ ശ്ലീഹ അതേക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. 1 യോഹന്നാൻ 3 പറയുന്നുണ്ട്. അവൻ്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും അവനെ പോലെ. പൗലോസ് ശ്ലീഹ 1 കൊരിന്തോസ് 15 പറയുന്നുണ്ട് മരിച്ചവരുടെ ഉയർപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവിടെ നമുക്കൊരു പുതിയ ശരീരം ലഭിക്കുകയാണ്. ഇനിയിപ്പോൾ രോഗമുള്ള ശരീരമോ നമുക്ക് നമ്മുടെ ശരീരം സൗന്ദര്യം കുറവോ അല്ലെ പൊക്കം കുറവോ അല്ലെ എന്തെല്ലാം പരാതിയാണ് നമ്മുടെ ഇന്നത്തെ ശരീരത്തെക്കുറിച്ചല്ലേ. അതെല്ലാം മാറി ക്രിസ്തുവിനെ പോലെ മനോഹരമായ നാം എല്ലാവരും കണ്ട അവനെ പോലെ ഇരിക്കും. നമ്മളെല്ലാവരെയും കണ്ടാൽ അവൻ്റെ പ്രത്യക്ഷതയിൽ മനുഷ്യവർഗം മുഴുവനും അവനെ കാത്തിരിക്കുന്നല്ലേ. അവൻ്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിട്ട് ഈ ലോകത്തെ ശരീരം വേർപെട്ട ആത്മാവായി മാറിയ ഓരോ ജീവിതങ്ങളും അവൻ്റെ പ്രത്യക്ഷതയിൽ അവൻ്റെ രൂപം ധരിക്കും, അവനെ പോലെ ആയിരിക്കും. പിതാവിനെ കണ്ടാൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. യേശുവിനെ കണ്ടാൽ നമ്മളെ കണ്ടാൽ ഒരുപോലെയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ്. അതിലേക്ക് പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ് അതൊക്കെ. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് അങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നന്മയും തിന്മയും ചെയ്യാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പ്രഭാഷകൻ 15:15 പറയുന്നുണ്ടല്ലോ, ഇതാ നന്മയും തിന്മയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. അപ്പോൾ തിരഞ്ഞെടുപ്പുണ്ട് നമുക്ക് അല്ലേ. നല്ല നമ്മുടെ സ്വാതന്ത്ര്യം ആരും പറയണ്ട. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറയില്ലേ, നമ്മൾ പറയുമ്പോൾ മാമി ഐ നോ what is, I know, don't tell me, I know what it is, I know what to do.
അല്ലേ? കുഞ്ഞുങ്ങൾ പോലും പറയാറുണ്ട്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഓരോ ദിവസവും നമ്മൾ പ്രായം ചെല്ലും തോറും ചില തീരുമാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, അത് നമ്മൾ ഇപ്പോൾ ആദ്യമൊന്നും നമുക്ക് വലിയ അറിവൊന്നുമില്ല എന്താ തീരുമാനം എടുക്കുന്നത്. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ വ്യക്തമായി അറിയണം നാം എങ്ങോട്ടാണ് പോകുന്നത്, എന്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, നമുക്ക് മരണമെന്നൊരു സംഗതിയുണ്ട്. അത് പല നാളൊക്കെ പറഞ്ഞ പോലെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും അങ്ങനെ ചുമ്മാ അരിങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ ആ അന്തരീക്ഷത്തിൽ വായു പോലെ അരിഞ്ഞു ചേർന്നൊക്കെ പറയാറുണ്ട്. നമുക്കത് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ, മറ്റു പലർക്കും അറിയില്ല ഇത്. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും മനസ്സും ആത്മാവുമാണ്. മറ്റുള്ള എല്ലാത്തിനും അതുകൊണ്ടാണ് നമ്മൾ അനേക മനുഷ്യർ ഈ ഭൂമിയിൽ ചിന്തിക്കുന്ന വ്യത്യസ്തമായി വിശ്വാസിയായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരാൾ, ഒരു വിശ്വാസി സഭയിലായിരിക്കുന്ന ഒരാളൊക്കെ ഉള്ള അറിവ് ഇതാണ്, വ്യത്യാസം ഇതാണ്. സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നവനായ യേശു മനുഷ്യനായ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ ഈ തിങ്കളാഴ്ച ദിവസം ഫ്ലോറിഡ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ടാമ്പയിൽ നിന്നും ചെറിയ റെനിയ കുടുംബം റെനി പ്രാർത്ഥനയുടെ ആരംഭത്തിൽ സങ്കീർത്തനം 82 നമ്മൾ ഓർപ്പിച്ചത്. 82 നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി കിട്ടുന്ന അനുഭവങ്ങൾ, ബോധ്യങ്ങളാണ്. പക്ഷെ സങ്കീർത്തനം 82 6-ാമത്തെ ഒരു വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ്. ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. പലപ്പോഴും ചിന്തിച്ചാണ് നമ്മൾ ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെട്ട് നമ്മൾ വെറും കേവലം മനുഷ്യരായി മാറി. ഈ ഭൂമിയിൽ സാത്താന്റെ അടിമത്തത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ താഴ്ത്തപ്പെട്ടു. നിത്യത അവകാശമായിരുന്നു നമ്മൾ മരണത്തിന് അധീനരായി ഈ ഭൂമി എന്ന അവസ്ഥയിലേക്ക് താഴ്ത്തപ്പെട്ടു. ഇടയ്ക്ക് ഓർപ്പിച്ച ആദ്യമൊക്കെ 900-1000 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യൻ ആദത്തിന്റെ കാലത്തൊക്കെ, പിന്നീട് അത് വെറും 120 വർഷമായിട്ട് ഉൽപ്പത്തി 6 വരുമ്പോൾ കാണുന്നുണ്ട്. പാപം ചെയ്യുന്ന മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ പാപം ചെയ്ത് മറ്റുള്ളവരെ കൂടി പാപം ചെയ്യിക്കാനായിട്ട് 1000 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്നത്? വെറും 120 വർഷമായി മനുഷ്യന്റെ ആയുസ് കുറച്ചു എന്നാണ് വചനം ഉൽപ്പത്തി 6 വായിക്കുന്നത്. ഇപ്പോൾ ഇന്ന് സങ്കീർത്തനം 90 പറയുന്നുണ്ട്. നമ്മുടെ ഇന്ന് പറയുകയാണെങ്കിൽ ദാവീദിന്റെ കാലത്ത് ദാവീദിലൂടെ പരിശുദ്ധാത്മ പറയാണ്, മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70. ഞങ്ങളുടെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? നമ്മുടെ മരണം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അതുകൊണ്ട് കിട്ടിയ നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ബർത്ത്ഡേക്ക് ഇത്രയും വർഷം ജീവിച്ചു ഓരോ ബർത്ത്ഡേക്കും മെഴുകുതിരി കത്തിക്കുന്നത്, ഊതിക്കെടുത്തുന്നതും ഒക്കെ ഞാൻ ഈ ഭവനത്തിന് വിളക്കാണ്. ആ മെഴുകുതിരി കെടുത്തിയിട്ട് പറയാണ്, ഈ ആ മെഴുകുതിരിയല്ല, ഇനി ഞാനാണ് വിളക്കിവിടെ. ആ മെഴുകുതിരിയുടെ ആവശ്യമില്ല. അതായത് ഞാൻ പറയും, ക്രിസ്തീയമായി പറഞ്ഞാൽ യേശു ക്രിസ്തു വെളിച്ചമായവൻ നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് ഭവനത്തിനും മറ്റുള്ളവർക്കും വെളിച്ചമായി തീരാൻ വേണ്ടി ഒരു ജന്മദിനം കൂടി, ഒരു വർഷം കൂടി കടന്ന് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം വീണ്ടും പറയുകയാണ്, ക്രിസ്ത്യാനികളാണ് നമ്മളത് പറഞ്ഞത്. കയ്യിൽ മാമോദീസയുടെ സമയത്ത് കയ്യിലൊരു മെഴുകുതിരി പിടിപ്പിച്ചു ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ പ്രകാശത്തിന്റെ രൂപത്തിൽ നമ്മുടെ കയ്യിൽ പിടിച്ചു തന്നുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലെ സഭയിലെ ക്രിസ്തുവിനോടുള്ള യാത്ര ആരംഭിച്ചത്. അന്നുകൊണ്ട് നമ്മൾ വെളിച്ചമാണ് ഈ ലോകത്തിൽ, പ്രകാശമാണ്, ഇരുട്ടുള്ളിടത്ത് വെളിച്ചമായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ജന്മദിനത്തിലും മെഴുകുതിരി കത്തിച്ചിട്ട് ഇത് ഊതിക്കെടുത്തുമ്പോൾ വേറെ ആരുള്ളൂ, നമ്മൾ തന്നെ ഊതിക്കെടുത്തിട്ട് പറയും, എന്താ, ഞാനാണ് ഇനിയും വെളിച്ചം, എൻ്റെ ഉള്ളിൽ വെളിച്ചമായ ക്രിസ്തു വസിക്കുന്നു. നമ്മളിത് അറിയണം. ഇതൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ കർത്താവിനാണ് നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ പുത്രന്മാരാണ്, അത്യുന്നതന്റെ മക്കളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു അതെങ്ങനെയാണ് അത്യുന്നതന്റെ മക്കളായിട്ട് മാറുന്നത്. നമ്മൾ റോമറിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ മാമോദീസയിലൂടെ നമ്മളെല്ലാം അത്യുന്നതന്റെ മക്കളായി മാറി. നമ്മളെ ദൈവങ്ങളെന്നല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവ മക്കളെന്നാണ്. ഈ സങ്കീർത്തനം 82:6 ഇത് പറയുമ്പോൾ ഈശോ ലോകത്തിലായിരുന്നപ്പോൾ ആ വചനം കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. യേശു ദൈവപുത്രനാണ്, ദൈവത്തിന്റെ ഏകജാതൻ, ലോകത്തിൽ ഒന്ന് രക്ഷകനാണെന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ വചനത്തിന്റെ പൂർത്തീകരണമാണത്. സകല പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നതാണത്. അത് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരവനെ പലപ്പോഴും കല്ലെറിയാൻ ശ്രമിച്ചത് അതിനു വേണ്ടിയാണ്, നീ ദൈവപുത്രനാണെന്ന് പറയാൻ.
യോഹന്നാൻ 10-ാമത്തെ അധ്യായത്തിൽ 33 അവർ യേശുവിനെ കല്ലെറിയാനായിട്ട് എന്താ പറയുക 31 കാണുന്നുണ്ട്. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേക നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. അതാണ് യേശുവിന്മേൽ വന്ന ആരോപണം. എപ്പോഴും വന്നിരുന്നതാണ്. മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു. സങ്കീർത്തനം 82:6 പറഞ്ഞിരിക്കുന്ന, ഇന്ന് നമ്മൾ റെനി ഉളങ്ങര ടാമ്പയിൽ നിന്ന് ഓർപ്പിച്ച വചനം കോട്ട് ചെയ്തുകൊണ്ടാണ് യേശു ഓർപ്പിച്ചത്. കല്ലെറിയാനായിട്ട് യേശുവിനെ കല്ലെറിയാൻ എടുത്തപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ വായിക്കുന്ന സങ്കീർത്തനങ്ങളിൽ എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കയില്ലല്ലോ. ദൈവവചനങ്ങൾ ഒന്നും നിറവേറാതിരിക്കയില്ലല്ലോ. ഈശോയെ ഓർപ്പിക്കുകയാണ്. അത് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിറവേറുന്നത്. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. ദൈവവചനം ആരും സ്വീകരിക്കുന്നുവോ അവരെ ദൈവങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവവചനം സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോഴാണ് റോമർ 8 പൗലോസ് പറഞ്ഞത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, മക്കളാണ്. അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, ദൈവ മക്കളാണ് നമ്മൾ മാറുകയാണ്. ദൈവ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, അത് ദൈവവചനം നമ്മൾ പാലിക്കുമ്പോഴാണ് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആഴ്ചകൾ എണ്ണി നമ്മൾ പോവുകയാണ്. ക്രിസ്തുരാജൻ, ലോകത്തിൻ്റെ മുഴുവനും രാജാതിരാജൻ, സർവ്വ രാജാക്കന്മാരുടെയും മുകളിൽ രാജാവായി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുവാനുള്ളവനെ നമ്മൾ അംഗീകരിക്കുന്ന, ഈ ജീവിതത്തിൽ ഏറ്റുപറയുന്ന ഒരു യാത്രയാണ് നമ്മളിപ്പോൾ സഭയിലൂടെ. അത് ഈ 24-ാമത്തെ കഴിഞ്ഞ് 33-ാമത്തെ ഞായറാഴ്ചയും കഴിയുമ്പോൾ നമ്മളത് ഏറ്റുപറയും. അവനാണ് സകലത്തിൻ്റെ അധിപതി എന്ന്. അങ്ങനെയെങ്കിൽ പിതാവ്, യേശു തന്നെ കുറിച്ച് പറയണം, നിങ്ങൾ മനുഷ്യര് ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു. വചനം മാംസമായതാണ് യേശു. അതായത് ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു അവര് ദൈവങ്ങളാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ദൈവവചനമാണ്. യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, വചനം മാംസം ധരിച്ച് ഭൂമിയിലേക്ക് വന്നതാണ് യേശു ക്രിസ്തു. വചനം തന്നെയാണ് അവൻ. മാംസം ധരിച്ചു വന്ന് ഞാൻ ദൈവപുത്രനാണ് എന്ന്. ഇത് വചനത്തിലുള്ള ദൈവത്തിന്റെ വചനം അല്ലെ പ്രവചനങ്ങൾ നിറവേറുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാതെയാണോ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഈശോയ്ക്കാൻ പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്ന് ആഗോള സഭയിലെ വായനയിലേക്ക് ഞാൻ വരുമ്പോൾ ഒന്നാമത്തെ വായന കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ നിന്നുള്ള വായന തുടരുകയാണ്. അവിടെ ഇന്ന് നമ്മൾ ഈ അത്താഴ വിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് അത്താഴ വിരുന്ന്. ഈ അത്താഴ വിരുന്ന് എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവര് എപ്പോഴും ആദിമ സഭ ഒന്നിച്ചുകൂടിയിരുന്നതിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2 പറയുന്നുണ്ട്. 42 ആദിമ സഭയില് ഇങ്ങനെയായിരുന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, പത്രോസ് അല്ലെ 12 അപ്പസ്തോലന്മാർ, അതിൽ പത്രോസായിരുന്നു അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആദ്യം എപ്പോഴും യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ പത്രോസ് പ്രസംഗ രൂപേണ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവരിൽ പലരും പിന്നീട് പല ഇടങ്ങളിലേക്കൊക്കെ പോയി കർത്താവിൻ്റെ പ്രബോധനം അവർ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം ചുമ്മാ ഇങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അതായത് യേശുക്രിസ്തു കൈമാറിക്കൊടുത്ത ബോധ്യങ്ങൾ, പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, നമ്മൾ ആരാണ്, ദൈവവും നമ്മളുമായുള്ള ബന്ധം എന്താണ്, ത്രിത്വൈക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ കാര്യങ്ങളെല്ലാം യേശു അവരെ പഠിപ്പിച്ചതാണ് സഭയുടെ പ്രബോധനമായിട്ട് വന്നിരിക്കുന്നത്. യേശുവിൽ നിന്നാണ് അവരത് കൈക്കൊണ്ടത്. പൗലോസ് പറയുന്നുണ്ടല്ലോ,
എനിക്കൊരു ഒരു ക്രിസ്തുവിൽ നിന്നുള്ള ഒരു അരുളപ്പാടനുസരിച്ചാണ് ഞാനത് ചെയ്യുന്നതെന്ന്. ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഒരു അരുളപ്പാടെന്ന്. പത്രോസിനെ പലപ്പോഴും പല കാര്യങ്ങളിലും ദൈവം ഇടപെട്ടുകൊണ്ട് നയിക്കും നമ്മൾ കാണുന്നുണ്ട്. യോപ്പായിലേക്ക് അല്ലെങ്കിൽ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് വിജാതീന റോമാക്കാരനായ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ഒരു യഹൂദൻ പോകുന്ന അന്നത്തേക്കാൾ നിഷിദ്ധമായിരുന്നു. കർത്താവ് തന്നെ ഇടപെട്ടുകൊണ്ട് പോവുക എന്ന് പറഞ്ഞ് അയക്കും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ദൈവം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതാണ്, ആദിമ സമൂഹത്തില് നമ്മളിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച പള്ളിയിൽ ഒന്നിച്ചു കൂടുന്നത് പോലെ അവരെന്താ ചെയ്യുന്നത്? അവർ അപ്പസ്തോലന്മാർ 2:42 അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അല്ലേ? നമ്മൾ നേതൃത്വത്തിലാണ് ഇടവക കൂട്ടായ്മ, അതുപോലെ പ്രാർത്ഥനാ കൂട്ടായ്മകള്, കൂടാര യോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു മേഖല. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ. ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് ഇത് വലിയൊരു മേഖലയാണ്. വിശുദ്ധ കുർബാനയുടെ അർപ്പണമാണ് അപ്പം മുറിക്കൽ എന്ന നമ്മൾ കാണുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയപ്പോൾ അപ്പം മുറിച്ചപ്പോൾ അവരുടെ യേശുവിൻ്റെ തൻ്റെ രൂപത്തിൽ അവർ കാണപ്പെട്ടു. പിന്നീട് അവൻ മറഞ്ഞുപോയി. അപ്പൊ അപ്പം മുറിക്കല് പെസഹ രാത്രിയിൽ യേശു സ്ഥാപിച്ച അപ്പം മുറിക്കലാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ഒരുമിച്ച് കൂടിയാലും അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് അവർ പരസ്പരം സ്നേഹം, ഹൃദയത്തിൽ സ്നേഹം നിറച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രബോധനമാണ്, നിങ്ങൾ സ്നേഹിക്കണം പരസ്പരം. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ഷമയൊക്കെ ചോദിച്ചുകൊണ്ട് കാല് കഴുകിയ ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ടാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനിടയിൽ ചെയ്തത്. സ്നേഹത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ശരിക്കും ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇന്ന് നമുക്ക് സാത്താൻ നമ്മളിന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത് സ്നേഹമാണ് മറ്റുള്ളവരോടും, അല്ലേ? ഇതെല്ലാമാണ് നമ്മൾ ഒരു കുർബാനയ്ക്ക് മുമ്പായിട്ട് നമ്മൾ സ്നേഹത്തിലായിരിക്കണം. അപ്പം ഒരിക്കൽ പ്രാർത്ഥന എന്നിവയിൽ അവർ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നതാണ് ആദിമസഭ. അപ്പൊ പൗലോസ്ലിയ ഓർപ്പിക്കണം, കുറെ കാലം കഴിഞ്ഞപ്പോൾ പൗലോസ്ലിയയുടെ സമയമൊക്കെ ആയ സമയത്ത് ഇങ്ങനെ ഇന്ന് എഴുതി പറയുന്നതാണ്. 1 കൊരിന്ത്യർ 11:17 തൊട്ടാണ് അത്താഴ വിരുന്നിൽ ഭിന്നിപ്പ് എന്നാണ് അവിടെ പറയുക. അവിടെ ഞാൻ പറഞ്ഞു, സ്നേഹത്തോടെ യേശു കാല് കഴുകിയതുപോലെ പരസ്പരം ക്ഷമിച്ചും ക്ഷമയോദിച്ചും ഒക്കെയാണ് അവർ കുർബാന അർപ്പിച്ചിരുന്നത്. എന്നാൽ ക്രമേണ ഈ ലോകത്തിൽ തിന്മയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമൊക്കെ ഉള്ളിൽ നിറഞ്ഞിട്ട് പൗലോസ് പറയാണ് 1 കൊരിന്ത്യർ 11:17 ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല, എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ, കൂട്ടായ്മ, അല്ലെ, നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. നമ്മൾ പലയിടത്തും ഒന്നിച്ചു കൂടുന്നുണ്ടല്ലേ, അത് ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൂരെ ഇരുന്നുകൊണ്ട് കത്തിലൂടെ പറയുകയാണ്. ഞാനിത് കുറച്ചൊക്കെ എനിക്കറിയാം, പല്ലിനോട് പറഞ്ഞു ഓൾറെഡി. നിങ്ങളുടെ ഇടയിൽ ഭിന്നതകളൊക്കെ ഉണ്ട്. നിങ്ങൾ കുർബാന അർപ്പിക്കുന്നതും അതൊന്നും ക്ഷമിക്കാതെയൊക്കെയാണ് കുർബാന അർപ്പിക്കുന്നതെന്ന്, പരസ്പരം ക്ഷമിക്കാതെയാണ് കുർബാന അർപ്പിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് പൗലോസ് പറയണം, നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകുക എന്നതും ആവശ്യമാണ്. അതൊരു മേഖലയാണ് കേട്ടോ. ദൈവം അനുവദിക്കും ഭിന്നിപ്പുകളും. യോഗ്യരാണെന്ന് ആരാണ്? ദൈവവചനം സത്യമാണെന്ന് തെളിയിക്കാൻ അതിനു വേണ്ടിയിട്ട് ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാകും, അത് ആവശ്യമാണ്. എന്നാൽ കുറെ കഴിയുമ്പോൾ എന്ന് ഭിന്നിച്ചിരിക്കാനല്ല, യോഗ്യരാണെന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എളിമപ്പെടാൻ, യോഗ്യതയുള്ളവരെ അംഗീകരിച്ച് ഒന്നിച്ചു പോകാനുള്ള ഒരു സമയം കൂടിയാണ് ഈ നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകുക എന്നതും ആവശ്യമാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു, അല്ലേ? ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മൾ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂറിന് ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഇന്നിപ്പം ആർക്കറിയാം എങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഒരു നിബന്ധന അന്നുണ്ടായിരുന്നു, അല്ലേ? എന്ന് പറയുമ്പോൾ അത് പ്രിയമുള്ളവരെ, നമ്മൾ വെറുതെ ഒന്നല്ല, ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ ഒരുക്കത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? ഞാനിപ്പോഴും ഓർക്കുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ അടുത്ത് പള്ളിയിൽ പ്രൈമറി സ്കൂൾ, ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ അന്നൊക്കെ നാക്ക് പഠിച്ചിട്ട് കുർബാന സ്വീകരിക്കുള്ളൂ, നാക്ക് പഠിച്ചിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിത്രം തെളിഞ്ഞു വരുന്നതാണ്,
അവിടെയും പള്ളിയുടെ മുറ്റത്ത് താഴെ ഒരു കിണറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പിള്ളേരെല്ലാം മാറി വന്ന് വെള്ളത്തിന് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് നാക്ക് പഠിക്കാൻ ഈർക്കിലിയൊക്കെ ആയിട്ട് പള്ളിപ്പറമ്പിലെ തെങ്ങയിൽ നിന്ന് ഈർക്കിലിയൊക്കെ വന്നിട്ട് അത് പിളന്നിട്ട് നാക്ക് പഠിക്കാനായിട്ട് വെള്ളം കോരിക്കൊണ്ട് നിൽക്കാൻ ഇതാ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നാക്ക് പഠിച്ചിട്ട് പള്ളിയിലേക്ക് കയറുന്നുള്ളൂ. സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പം എന്തൊക്കെയായിരുന്നു, എന്തൊരു ബോധ്യങ്ങളായിരുന്നല്ലേ ഉണ്ടായിരുന്നു നമുക്ക്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നു. ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കും. തൽഫലമായി ഒരുവൻ വിശന്നും അവരൻ കുടിച്ച് ഉന്മത്തനായും, അല്ലേ, ഒരു പൊക്കൊക്കെ അടിച്ചിട്ടേക്കാം ചിലപ്പോൾ പള്ളിയിലേക്ക് പോകുന്നതാണ്. കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു. എന്ത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ല. എന്തിനാ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ പോലെ എന്തിനാ പള്ളിയിലേക്ക് പോകുന്ന ചോദിക്കുന്നത്? നിങ്ങളെ തന്നെ അയോഗ്യരാക്കിക്കൊണ്ട് എന്തിനാണ് നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്കും? ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിന്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ? ഇല്ല, ഞാൻ പ്രശംസിക്കുകയില്ല. പൗലോസ്ലീഹായുടെ പ്രബോധനമാണ്. 1 Corinthians വീണ്ടും താഴോട്ട് പറയാണ്, എൻ്റെ വായനയുടെ ഭാഗമാണ്. പുതിയ ഉടമ്പടി കുർബാനയെക്കുറിച്ച് പറയാണ്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, അപ്പം മുറിക്കൽ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ക്രിസ്തു രാജാവായി എഴുന്നള്ളി വരുന്നത് വരെയും നമ്മളിങ്ങനെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഓരോ ഞായറാഴ്ചകളിൽ നമ്മൾ കുർബാനയ്ക്ക് ഒന്നിച്ചു കൂടുമ്പോഴാണ് നമ്മൾ 1-24 വരെ ഇപ്പോൾ എത്തി. ഒരുക്കത്തോടെ അവനെ സ്വീകരിക്കാൻ, അവൻ നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കാനായി അവനെ എതിരേൽക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. ഇങ്ങനെ തന്മൂലം ആരെങ്കിലും അയോഗ്യതയോട് കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റിയെന്ന്. എനിക്ക് കുർബാനയ്ക്കെതിരെ എന്നല്ല പറഞ്ഞേ, കർത്താവിൻ്റെ ജീവനുള്ള ശരീരത്തിനും രക്തത്തിനും ജീവനുള്ള കർത്താവിനെതിരെയായിട്ട് നമ്മൾ അയോഗ്യതയോടെ ഈ കുർബാന സ്വീകരിക്കുമ്പോൾ തെറ്റ് ചെയ്യുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 1 Corinthians 11:27. അതിനാൽ ഓരോരുത്തരും ആത്മചോദന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ എന്നുള്ള നമ്മൾ അയോഗ്യതയോടെ തെറ്റും കുറ്റവും ഒന്നും ഓർത്ത് അനുദവിക്കുക, പരസ്പരം ക്ഷമിക്കാതെയൊക്കെയും. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ എന്നാൽ നമ്മുടെ പ്രവർത്തികളെ വിവരിച്ചറിയാതെ ഈ കുർബാന സ്വീകരിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മളുടെ തന്നെ ശിക്ഷാവിധിയാണ് അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ. വിശ്വാസമില്ലാതെ, ഇത് കർത്താവിൻ്റെ ശരീരമാണ്, കർത്താവിൻ്റെ രക്തമാണ്, അവിടുത്തെ ഉത്ഥാനം ജീവിക്കുന്ന സാന്നിധ്യമാണ് നാം അവനെ സ്വീകരിക്കുമ്പോൾ എന്ന് ഓർക്കാതെ നമ്മൾ അത് കുർബാന സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടെന്നാൽ ഇതുമൂലമാണ് തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. മരിച്ചുപോയെന്ന് പറഞ്ഞത് ആത്മീയമായ മരണമാണ്. അതായത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം ഇല്ല എന്നൊക്കെ എന്തിനാ പറഞ്ഞു, ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മാവ് മൃതിപ്പെട്ടു പോയി. ശരീരവും മനസ്സും മാത്രമേ ഉള്ളൂ. അസ്ഥിപഞ്ചരം പോലെ ആയിപ്പോയി ആത്മാവ്. കാരണം എന്താ? ആത്മാവിന് വിഷം കൊടുത്തതുപോലെയാണ്, അല്ലേ? നമ്മൾ ഈ കുർബാന സ്വീകരിക്കുമ്പോൾ മലങ്കര കുർബാനയിൽ യാക്കോബാസ് എന്താ പറയുന്നത്? കർത്താവിൻ്റെ തീക്കട്ട എന്നാ പറയുന്നത്. തീക്കട്ട എന്നാ പറയുന്നത്. വിശുദ്ധ കുർബാന വിശുദ്ധർക്ക് നൽകപ്പെടുന്നു എന്നാണ് സുരമലബാറിൽ പറയുന്നത്. എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകണം. ചുമ്മാ നമ്മളിങ്ങനെ പോകുന്നല്ല, അവൻ്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള യാത്രയിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ് ഓർപ്പിച്ച്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മളോട് ആരുമില്ല. ഭൂമിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോ സ്നേഹിതരോ സുഹൃത്തുക്കളോ ആരുമില്ല. നമ്മൾ അവൻ്റെ മുമ്പിൽ അവനെ മുഖാമുഖം കാണാൻ, യേശു ക്രിസ്തുവിനെ. പക്ഷെ നമ്മൾ ഒരുക്കത്തോടെ, അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലേക്കായിരിക്കും, നമ്മുടെ കണ്ണ് കാണില്ല, വെളിച്ചമില്ല അവിടെ, ഇല്ലേ? മരിച്ചവരുടെ സങ്കീർത്തനം, മരിച്ചവരുടെ ഒപ്പീസ് നമ്മൾ ചെല്ലുന്ന സങ്കീർത്തനം 130 അതാണ് പറയുന്നത്. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നത്, ദൈവമേ എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കണമേ എന്ന്. അഗാധത്തിൽ നിന്ന്
അല്ലേ? പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ, എന്നാൽ രാത്രിയിൽ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെയാണ് ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഈ ഇരുട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ, വെളിച്ചം വന്നിരുന്നെങ്കിൽ, യേശുവിന്റെ മുഖം ഒന്ന് ദർശിക്കാൻ പറ്റി. ഇതാണ് ഒരു മരിച്ചുപോയ ആത്മാവിന്റെ അവസ്ഥ. അത് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് സംഗീതം 130 സംഗീതനം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ചുമ്മാ ഒന്നുമല്ലത്. നമ്മളൊക്കെ ദൈവമേ പ്രകാശത്തിലേക്ക് പോകാൻ, കർത്താവേ ലോകത്തിന്റെ വെളിച്ചമായ നിന്നെ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് 10 കന്യകൾ 5 പേർ എണ്ണയും വിളക്കും കരുതിക്കൊണ്ടാണ് മണവാളനൂടെ മണവറയെ പ്രവേശിച്ചത്. നമ്മുടെ ജീവിതാന്ത്യത്തില് മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിളക്കുണ്ടായിരിക്കട്ടെ, വെളിച്ചം ഉണ്ടായിരിക്കട്ടെ, എണ്ണ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, നമ്മുടെ ഇരുട്ടിലേക്കാണ് പോവുക. അവിടെ ആരുമില്ല നമ്മളെ സഹായിക്കാൻ. ഇതൊക്കെ സത്യമായ കാര്യമാണ്. ചുമ്മാ ഇതൊക്കെ തിരുസഭയുടെ നൂറ്റാണ്ടുകളിലുള്ള പ്രബോധനങ്ങളാണ്. ചുമ്മാ നമ്മൾ അറിഞ്ഞില്ല എന്നതിൽ നമ്മൾ വലിയ ഒപ്പീസുകാരല്ലേ, ദൂതൻ തെല്ലും സമയം തന്നില്ല. ഞാൻ ചോദിച്ചു, സമയമൊക്കെ കഴിഞ്ഞു പോയി. കാരണം സമയം എത്ര നാളെ സമയം തന്നതാണ്. നമ്മൾ ഈ സമയം ഉള്ളപ്പോൾ അതൊക്കെ അറിയാനായിട്ട്. അപ്പോൾ യേശു നമ്മുടെ ആത്മാവിൽ വസിക്കുന്നതിന് പലപ്പോഴും ചിന്തിച്ചാണ്. യോഹന്നാൻ 14:20 യേശു പറഞ്ഞില്ല, ആ ദിവസം നിങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ്? ആ ദിവസം നിങ്ങൾ അറിയും പിതാവായ ദൈവത്തിന്റെ പ്രിയപുത്രനായ യേശു. യോഹന്നാൻ 14:20 പറഞ്ഞില്ലേ, ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ പിതാവിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവനെന്റെ പ്രിയ പുത്രനാകുന്നു എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞ പിതാവിന്റെ ഹൃദയത്തിലാണ് യേശു. പിതാവിന്റെ ഹൃദയത്തിന് നിറഞ്ഞു നിൽക്കുന്നവനാണ് യേശു. ലോകം മുഴുവനുള്ള മനുഷ്യരെ സഭയിലേക്ക് സ്വീകരിച്ച്, ഞാൻ പറയുക, അനേകരെ ഇനിയും എന്താ യേശു ചെയ്തത്? ഈ ഞാൻ പറയാൻ പോകുന്ന പ്രിയമുള്ളവരെ, അന്ത്യവിധി നാളിൽ നമ്മൾ അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം എന്താ? നമ്മുടെ പലരും അയോഗ്യതയോടെയാണ് ജീവിച്ചത്, അറിവില്ലായ്മയിലൂടെയാണ് ജീവിച്ചത്. അതുകൊണ്ട് യേശു എന്താ ചെയ്യാൻ പോകുന്നത്? യേശു നമ്മളെ തൻ്റെ ഉള്ളിലേക്ക് അങ്ങ് സ്വീകരിക്കുകയാണ്. യേശു പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് അവൻ്റെ രൂപം കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് അറിയേണ്ടത് യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണ്? യേശു യോഹന്നാൻ 14:20 പറഞ്ഞാൽ ഞാൻ പിതാവിൻ്റെ ഉള്ളിലും, അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഉള്ളിലും. നമുക്ക് ഒറ്റയ്ക്ക് പിതാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല. കാരണം അവൻ പരമപരിശുദ്ധനാണ്. അതുകൊണ്ട് നമ്മളെ പാപങ്ങളോടുകൂടി ഞാൻ ഇപ്പോഴും പറയും, വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന വലിയൊരു കാര്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ. നമ്മൾ പാപഭാരവുമായി രോഗങ്ങളും തകർച്ചകളും വിശുദ്ധ കുർബാനയിലേക്ക് വന്നുകൊണ്ട് അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നമ്മുടെ വേദനകളും രോഗങ്ങളും ഭാരങ്ങളും നമുക്ക് എന്തൊക്കെ കാഴ്ചവെക്കും അതെല്ലാം സമർപ്പിക്കുമ്പോൾ, ആഹുദാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു പറയുന്ന ആ സമയത്ത് നമ്മളെ അതോട് ചേർത്ത് അപ്പത്തോടും വീഞ്ഞോട് ചേർത്ത് നമ്മളെ സമർപ്പിച്ചെങ്കിൽ, നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും സമർപ്പിച്ചെങ്കിൽ, നമ്മൾ ആരെയെല്ലാം സമർപ്പിച്ചെങ്കിൽ അതെല്ലാം കൂടെ യേശുവായി മാറുകയാണ്. യേശുവിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ അവൻ സ്വീകരിക്കുകയാണ്. അവൻ്റെ കാൽവരി കുരിശിൻ്റെ ആ യോഗ്യതയിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുന്നെങ്കിൽ നമ്മൾ അവൻ്റെ ഉള്ളിലാവും. അതാ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ യേശുവാണ് നിൽക്കുന്നത്, നമ്മൾ അവൻ്റെ ഉള്ളിലാണ്. നമ്മൾ അവൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് അവനാണ് നമ്മളെ നയിക്കുന്നവൻ, അവൻ നമ്മുടെ ഉള്ളിലാണ്. ഇനി ഒരു കാര്യം കൂടിയാണ്, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, അതായത് കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ആ സമൂഹത്തെ മുഴുവൻ, ഞാൻ പറയും ലോകമെമ്പാടും കുർബാന അർപ്പിക്കുമ്പോൾ മനുഷ്യവർഗത്തെ മുഴുവനും ആരൊക്കെ സമർപ്പിക്കുന്നു അവരെ മുഴുവനും യേശു തൻ്റെ ഉള്ളിലേക്ക് ആത്മീയമായി സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ ഉള്ളിൽ നാം ആയിരിക്കുമ്പോൾ, ഉള്ളൊന്ന് തുറന്നാൽ ഉള്ളിൽ വരാം ഞാൻ. നമ്മൾ അവൻ്റെ ഉള്ളിലാണ്. അറിയണം ഹൃദയമേ, അല്ലേ? ഇന്നത്തെ സുവിശേഷം ഒരു ശതാധിപന്റെ ഭൃത്യരെ സുഖപ്പെടുത്താൻ യേശു പോകുന്നു. ലൂക്കാ 6 അവിടെ ഒരു ശതാധിപൻ, രാജസേവകൻ അവരടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാജസേവകൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു. യേശു പറഞ്ഞു, അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്നാൽ അവൻ നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുന്നു. നമുക്കൊരു സിനഗോഗൊക്കെ പണിയിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ നോക്കണം, നമ്മൾ വിശുദ്ധ കുർബാനയോട് നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വരികയാണ്. നമ്മൾ ആ ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ നമ്മളെന്താ പറയുന്നത് എന്നുള്ളതാണ്.
അവനോട് ഇല്ലേ, അവൻ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. I'm not worthy that you should enter under my roof. You shall only say the word and my soul shall be healed. നമ്മൾ കുർബാന ശീലിക്കും പറയുന്നില്ലേ, ആ വചനമാണ് ഇവിടുന്നാണ് എടുത്തിരിക്കുന്ന വചനം. ശതാധിപൻ പറഞ്ഞു, കർത്താവേ, അങ്ങന്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വേറൊരോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ച ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു. നമ്മുടെ ഉള്ളിൽ നമ്മളെ സുഖപ്പെടുത്താൻ കടന്നു വരുന്ന, നമ്മുടെ ഉള്ളെന്ന് തുറന്നാൽ പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും എല്ലാവരോടും ദൈവത്തോടും മറ്റുള്ളവരോടും ക്ഷമിച്ചുകൊണ്ട് ഹൃദയം തുറന്നാൽ, ഒരു മാംസളമായ ഹൃദയമായാൽ നമ്മുടെ ആത്മാവിലേക്ക്, ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, നമ്മളൊരു തടാകത്തിലേക്ക് ഒരു കുപ്പി അടച്ചു വെച്ച കുപ്പിയുടെ അടപ്പ് തുറന്നിട്ട് ആ തടാകത്തിലേക്ക് ഒരു കുപ്പി എറിഞ്ഞാൽ ആ കുപ്പിയുടെ ഉള്ളം പതുക്കെ ചെരിഞ്ഞ് ആ കുപ്പിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് അല്പം കുറേയൊക്കെ കയറി അവസാനം ആ കുപ്പി വെള്ളം കൊണ്ട് നിറയുമ്പോൾ തടാകത്തിൻ്റെ അടിയിലേക്ക് താന്നു പോകുന്നത് പോലെ ഈശോയുടെ കരുണാസമുദ്രമായ തിരുഹൃദയത്തിലേക്കാണ് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളെ അവൻ സ്വീകരിക്കുന്നത്. അവൻ്റെ ഉള്ളിലാകുമ്പോൾ നമ്മുടെ ഹൃദയവും തുറന്നാൽ അവൻ്റെ കരുണയും സ്നേഹവും അവൻ ദിവ്യകാരുണ്യമായി നമ്മിൽ നിറയുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവൻ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് നാം അവൻ്റെ ഉള്ളിലാവുകയാണ്. വിശുദ്ധ കുർബാന ഒരാൾ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അന്ത്യകുദാശ എന്നൊക്കെ പറഞ്ഞ് രോഗിയിൽ എവരൊക്കെതാണ് നിത്യതയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ മുമ്പിലെത്താൻ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുന്ന, യേശുവിൻ്റെ ആത്മാവിനാൽ നിറയുന്ന ഒരു പ്രക്രിയയിലേക്കാണ് വിശുദ്ധ കുർബാന. നമ്മളത് മനസ്സിലാക്കണം. സത്യമായിട്ടും നമ്മളത് അറിയണം. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.